ഇഷ്ടം മാത്രം ഭാഗം 10. പല്ലവി ഏതോ ഒരു ലോകത്ത് എത്തിയതുപോലെയായിരുന്നു. അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ അവളിൽ അത്രയേറെ ആഘാതമേൽപ്പിച്ചിരുന്നു. കരയാൻ പോലും കണ്ണുനീറില്ല. അതെല്ലാം വറ്റിപ്പോയിരിക്കുന്നു. അവൾ കട്ടിലിലിരുന്നു. പല്ലവിക്ക് തന്നോട് തന്നെ പുച്ഛം തോന്നി. ഒരു പെണ്ണും തൻ്റെ ഭർത്താവിനെ കാണാനിഷ്ടമല്ലാത്ത രീതിയിലാണ് ഇന്ന് മഹിയേട്ടനെ താൻ കണ്ടത്. അവൾക്ക് ഉള്ളിൽ അവളോട് തന്നെ വെറുപ്പായി. ഇന്നലെ രാത്രിയിൽ താൻ ഒരുപാട് സന്തോഷിച്ചത്. എത്ര സന്തോഷത്തോടെയാണ് താൻ ഇന്നലെ കിടന്നുറങ്ങിയത്. അതെല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതായിരിക്കുന്നു. ഇനി ഇവിടെ തുടരുന്നതിൽ അർത്ഥമില്ല. അവൾ എഴുന്നേറ്റ് തൻ്റെ ഡ്രസ്സുകൾ എടുത്ത് ബാഗിലാക്കാൻ തുടങ്ങി. അപ്പോഴാണ് മഹി കടന്നു വന്നത്. പല്ലവി, ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. എനിക്ക് തന്നോട് സംസാരിക്കണം. അവൻ പറഞ്ഞപ്പോൾ പല്ലവിക്ക് ദേഷ്യവും സങ്കടവും വന്നു. മഹിയേട്ടാ, ഇങ്ങനെ ചെയ്യാൻ എങ്ങനെ തോന്നി? എനിക്ക് ഒന്നും കേൾക്കണമെന്നില്ല. മഹിയേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? എന്തിനായിരുന്നു ഇതെല്ലാം? ഒഴിഞ്ഞു പോകാൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്നേ പോയി തരുമായിരുന്നു. എനിക്ക് ഇത്രയും വേദന തോന്നില്ലായിരുന്നു. ഇനി എന്തായാലും കാണാതിരിക്കാൻ ശ്രമിക്കാം. അവൾ കരഞ്ഞുകൊണ്ട് ഡ്രസ്സുകൾ ബാഗിലേക്ക് വെച്ചു. മഹി ഒന്നും പറയാനാകാതെ അവിടെ ഇരുന്നു പോയി. ആ സമയത്താണ് കലി തുള്ളിക്കൊണ്ട് മാധവിയുടെ വരവ്. നിനക്കൊക്കെ സമാധാനമായല്ലോ അല്ലേ? അവളിവിടെ വന്നപ്പോൾ മുതൽ തുടങ്ങിയതാ രണ്ടുപേരും. ഇനി എന്താ തമ്പുരാട്ടി എല്ലാം കെട്ടിപ്പെറുക്കുന്നേ? പോകുന്നില്ലേ? ഇറങ്ങിപ്പോകാൻ എന്തിനാ മടിക്കണേ? മാധവിയുടെ കലിയടങ്ങിയില്ല. ഈ അമ്മയെ സമ്മതിക്കണം. സത്യം എന്താണെന്നറിഞ്ഞിട്ടും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കാൻ നോക്കല്ലേ അമ്മേ, പിന്നാലെ വന്ന ഗീതു പറഞ്ഞു. അവൾ പല്ലവിയുടെ കയ്യിൽ പിടിച്ചു. പോകല്ലേ ഏട്ടത്തി, ഏട്ടനൊരു തെറ്റ് പറ്റി. ഇനി അങ്ങനെ ഉണ്ടാകില്ല. ഇത്തവണത്തേക്ക് ക്ഷമിക്കേട്ടത്തി. ഗീതു അവളുടെ കയ്യിൽ പിടിമുറുക്കി. ഇല്ല മോളെ, ഇനിയും ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. പോണം. വീട്ടിൽ ചെന്നാൽ എന്താണുണ്ടാവുക എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും പോണം. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കണില്ല. അവൾ ബാഗ് കയ്യിലെടുത്തു. അപ്പോഴാണ് കൃഷ്ണൻ അങ്ങോട്ട് വന്നത്. എനിക്ക് മോളോട് തനിച്ചൊന്ന് സംസാരിക്കണം. അയാൾ പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറയാൻ അവൾക്ക് തോന്നിയില്ല. അവൾ അയാൾക്കരികിലെത്തി. മോളോട് എന്തു പറയണമെന്നെനിക്കറിയില്ല. മോൾ പോകരുത്. മഹിയുടെ ഒരറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയുണ്ടായത്. മോൾ അത് ക്ഷമിക്കണം. അത് മറന്നു കളയണം. ഇവിടെ നിന്നും ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ അച്ഛനത് വിഷമമാകും. അയാൾ അവളോട് അപേക്ഷിച്ചു. ശരിയാ ഏട്ടത്തി, ഏട്ടത്തി പോകരുത്. ഗീതുവും അയാൾക്കൊപ്പം കൂടി. ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ പല്ലവി പതറി നിൽക്കുമ്പോഴാണ് മുറ്റത്തൊരു ഓട്ടോ വന്നു നിന്നത്. അതിൽ നിന്നും ഇറങ്ങിയ ആളെ കണ്ടപ്പോൾ പല്ലവിയുടെ സങ്കടം ഇരട്ടിയായി. അച്ഛൻ, അവൾ പറഞ്ഞതും കൃഷ്ണനും ഗീതുവും അമ്പരപ്പോടെ നോക്കി നിന്നു. വാസുദേവൻ ഒരു ചെറുപുഞ്ചിരിയുമായി അവരുടെ അടുത്തേക്ക് വന്നു. ഒരു ഞെട്ടലോടെ പല്ലവി അച്ഛനെയും അമ്മയെയും നോക്കി നിന്നു. പെട്ടെന്ന് ഗീതു അവളുടെ കയ്യിലെ ബാഗ് വാങ്ങി ഒരു മൂലയിൽ വെച്ചു. നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ റെഡിയായി ഇറങ്ങിയതാണോ? അല്ല, കയ്യിലെ ബാഗ് കണ്ടപ്പോൾ ചോദിച്ചതാണ്, അയാൾ പറഞ്ഞു. ഏയ് അല്ലച്ചാ. പല്ലവി അമ്മയുടെ കൈ പിടിച്ചു. ഏട്ടത്തി വാ, നമുക്ക് ചായ ഉണ്ടാക്കാം. ഗീതു പല്ലവിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നും സംഭവിക്കാതെയുള്ള അവളുടെ പറച്ചിൽ കേട്ടപ്പോൾ പല്ലവിക്ക് അത്ഭുതമായി. വീണ്ടും ഗീതു അവളെ നിർബന്ധിച്ചപ്പോൾ മടിയോടെയാണെങ്കിലും ഗീതുവിൻ്റെ പിറകെ അവൾ നടന്നു. അതേസമയം തന്നെ മുറിയിലേക്ക് പോയ മാധവി ശബ്ദം കേട്ട് അങ്ങോട്ട് വന്നു. ഹാളിലിരിക്കുന്ന അവരെ കണ്ടപ്പോൾ മാധവിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. മാധവിയെ കണ്ടതും ലീല എഴുന്നേറ്റ് അവർക്കരികിലേക്ക് വന്നു. എന്തൊക്കെയുണ്ട് മാധവിയമ്മേ വിശേഷം? ഓ, അങ്ങനെ പോണു. ചുണ്ട് ഒരു ഭാഗത്തേക്ക് ചെരിച്ചുകൊണ്ട് മാധവി പറഞ്ഞു. നിങ്ങളിപ്പോൾ എന്തേ വന്നത്? പല്ലവി ഫോൺ വിളിച്ചിട്ട് വരുത്തിയതാണോ? മാധവിയുടെ ആ സംസാരം കേട്ടപ്പോൾ വാസുദേവനും ലീലയും മുഖത്തോട് മുഖം നോക്കി. അതല്ല, വീട്ടിലേക്കൊന്ന് പോയാലോ എന്ന് രാവിലെ പല്ലവി പറഞ്ഞിരുന്നു. അപ്പോഴേക്കും നിങ്ങളെത്തിയല്ലോ. അതാണ് അമ്മ ഉദ്ദേശിച്ചത്. അപ്പോഴേക്കും അവരുടെ സംസാരം കേട്ടുകൊണ്ട് അങ്ങോട്ട് വന്ന മഹി പറഞ്ഞു. അത് കേട്ടപ്പോൾ വാസുദേവനും ലീലയും ഒന്ന് പരസ്പരം നോക്കി. മഹി പറഞ്ഞു കഴിഞ്ഞ് മാധവിയെ ഒന്ന് തറപ്പിച്ച് നോക്കി. അത് കണ്ടപ്പോൾ മാധവി പിന്നൊന്നും പറയാൻ നിന്നില്ല. എന്നാൽ നിങ്ങൾ സംസാരിക്ക്. എനിക്ക് ആകെ ഒരു ക്ഷീണം. ഞാനൊന്ന് കിടക്കട്ടെ, മാധവി പറഞ്ഞു. മാധവി അവിടെ നിന്നും പോകാനായി എഴുന്നേറ്റതും വാസുദേവൻ ലീലയെ ഒന്ന് നോക്കി. അല്ല മഹിടമ്മേ, ഞങ്ങൾ വന്നതൊരു പ്രധാന കാര്യം പറയാനാണ്. അയാൾ പറഞ്ഞത് കേട്ട് എന്താണെന്ന ഭാവത്തിൽ മാധവി തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും ചായയുമായി പല്ലവിയും ഗീതുവും എത്തി.
അച്ഛൻ പറഞ്ഞപ്പോൾ എന്താകുമെന്ന് പല്ലവിയും ഒന്നമ്പരന്നു. സതീശന് ഒരു വിവാഹാലോചന വന്നു. ഞങ്ങൾ പെണ്ണിനെ പോയി കണ്ട് ഇഷ്ടപ്പെട്ടു. അതങ്ങ് നടത്താൻ തീരുമാനിച്ചു. വരുന്ന ശനിയാഴ്ച വിവാഹ നിശ്ചയം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. എല്ലാവരും വരണം. അത് പറയാനാണ് സത്യത്തിൽ ഞങ്ങൾ വന്നത്. വാസുദേവൻ പറഞ്ഞതും മാധവിയുടെ മുഖം കാർമേഘം ഇരുണ്ടതുപോലെയായി. ഓഹോ, പെണ്ണിനെ പോയി കാണുകയും ചടങ്ങുകളുമെല്ലാം അനിയത്തിയെ അറിയിക്കാതെ ഇപ്പോൾ നിശ്ചയമാണെന്നും പറഞ്ഞ് വന്നിരിക്കുന്നു. നല്ല തറവാട്ടുകാർ. ഇപ്പോഴാണോ ബന്ധുക്കളെയെല്ലാം ഓർമ്മ വന്നത്? മാധവിയുടെ സ്വരത്തിൽ ഈർഷ്യ പടർന്നു. അത് കേട്ടതും വാസുദേവനും ലീലയും വല്ലാതെയായി. മാധവി അങ്ങനെ എടുത്തടിച്ചതുപോലെ പറയുമെന്നവർ കരുതിയില്ല. തൻ്റെ വീട്ടുകാരെ അപമാനിക്കാൻ വേണ്ടി മാധവി അങ്ങനെ പറഞ്ഞതാണെന്ന് പല്ലവിക്ക് തോന്നി. നീയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വീട്ടിൽ വന്ന അതിഥികളോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? കൃഷ്ണന് ദേഷ്യം വന്നു. അയാൾ മാധവിയോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പല്ലവിക്ക് ശരിക്കും സങ്കടം വന്നു. അവൾ കരച്ചിലടക്കാൻ പാടുപെട്ടു. മഹി പല്ലവിയെ നോക്കിയപ്പോൾ ആകെ തളർന്ന മട്ടിൽ അവൾ നിൽക്കുന്നു. അത് കണ്ടപ്പോൾ അവന് അവളോട് അലിവ് തോന്നി. അമ്മ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്? അമ്മയ്ക്ക് തോന്നിയതുപോലെയൊക്കെ പറയാമെന്നാണോ? മഹി മാധവിയോട് കയർത്തു. അവൻ പല്ലവിയെ ഒന്ന് നോക്കി. എന്നാൽ അവൾ മുഖം തിരിച്ചു കളഞ്ഞു. അവൾക്കവനോട് ദേഷ്യമാണ് തോന്നിയത്. മഹിയുടെ സംസാരം കേട്ടപ്പോൾ വാസുദേവന് ഉള്ളിൽ സന്തോഷമായിരുന്നു. തൻ്റെ മകളെ സപ്പോർട്ട് ചെയ്യാൻ അവളുടെ ഭർത്താവുണ്ടല്ലോ. അത് അയാളിൽ മനസ്സമാധാനം നൽകി. ഈ മഹിയെക്കുറിച്ച് പറഞ്ഞാണോ അവൾ വീട്ടിൽ വന്നു നിന്നത്? അയാൾ ചിന്തിച്ചു. പല്ലവിക്ക് വീട്ടിലുണ്ടായ സംഭവങ്ങൾ മുഴുവൻ അവരോട് പറയാൻ ആ നിമിഷം തോന്നി. അവൾ അച്ഛനെ നോക്കി. പിന്നെ ഒരു നിമിഷം മിഴികളടച്ചു.